രേഖപ്പെടുത്തുന്നു. സുരേഷ് ഗോപി അല്പം മുമ്പ് വോട്ട് രേഖപ്പെടുത്തി മടങ്ങി മാധ്യമങ്ങളെ കണ്ടിരുന്നു. NDAയുടെ പ്രതീക്ഷകൾ പങ്കുവച്ചു. VD സതീശൻ അല്പം മുമ്പാണ് മാധ്യമങ്ങളെ കണ്ട് മടങ്ങിയത്. 100 സീറ്റിന് മുകളിൽ എന്നുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണ് VD സതീശനും ഉള്ളത്. ഇനിയിപ്പോൾ നമുക്ക് LDF നേതാക്കളുടെ പ്രതികരണം, അതിലേറ്റവും പ്രധാനമായി പ്രതികരണം വരാനുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റേതാണ്. 10:30 മണിക്കാണ് അദ്ദേഹം വോട്ട് ചെയ്യാൻ എത്തുക എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷെ ആ സമയത്തോടു കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉണ്ടാകുക. സാധാരണയായി കുടുംബാംഗങ്ങൾക്കൊപ്പം എത്തിയാണ് അദ്ദേഹം ധർമ്മടത്തെ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തുക. എല്ലാ തെരഞ്ഞെടുപ്പിനും അത് പതിവുള്ളതാണ്. AK ആൻ്റണിയും 10:30 മണിയോടുകൂടി ജഗദീഷ് സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തും എന്നുള്ള വിവരവും ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നുണ്ട്. അങ്ങനെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട ആളുകളൊക്കെ രാവിലെ മുതൽ വോട്ട് രേഖപ്പെടുത്തുന്നു. വലിയ ക്യൂ, നീണ്ട ക്യൂ, ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ നീണ്ട ക്യൂ നമുക്ക് കാണാം. ഇപ്പോൾ മലപ്പുറത്ത് CV അനുമോദൻ്റെ ഫ്രെയിമിൽ പ്രധാനികൾ ആരോ വരുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ മേഖലകളിലൊക്കെ ഒരുപാട് സ്ത്രീകളടക്കം വനിതാ വോട്ടർമാരുടെ വലിയ ഒരു നിരയും മറ്റും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ കൂടി ചേരുന്നു. ശരണ്യ, ആലപ്പുഴ ജില്ലയിലെ തീരദേശ മേഖലകൾ, നഗരമേഖലകൾ, അവിടെയൊക്കെ എങ്ങനെയാണ് പോളിംഗ് ബൂത്തുകളിലെ അവസ്ഥ? മറ്റ് ജില്ലകളിലൊക്കെ വലിയ തോതിലുള്ള വോട്ടർമാരുടെ ഒരു നിര ബൂത്തുകളിൽ കാണാം. സമാനമായി ആലപ്പുഴയിലെ വോട്ടർമാരും ഇത്തവണ വലിയ ആവേശത്തിലാണോ? തീർച്ചയായിട്ടും രഞ്ജിത്ത്, വളരെ വാശിയേറിയ മത്സരമാണ് ഇത്തവണ ആലപ്പുഴ ജില്ലയിൽ നടക്കുന്നത്. തുടർച്ചയായ തെരഞ്ഞെടുപ്പുകളിൽ ഇടത് കോട്ടയായി നിലനിന്ന ഒരു ജില്ല. പക്ഷേ ഇത്തവണ വലിയൊരു മത്സരത്തിലേക്ക് ആലപ്പുഴയെ കൊണ്ടുവരാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് ഇത് തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ ആവേശം. നമ്മളിപ്പോൾ ഉള്ളത് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പറവൂരിലാണ്. ഇവിടെ ഇപ്പോൾ അമ്പലപ്പുഴയിലെ UDF സ്ഥാനാർത്ഥി, അതായത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന G സുധാകരൻ ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തി അദ്ദേഹം പുറത്തേക്ക് വരുന്നുണ്ട്. മാധ്യമങ്ങളോട് അദ്ദേഹം സംസാരിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. വളരെ ആവശ്യത്തോടെയാണ് ഓരോ ബൂത്തുകളും നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. രാവിലെ മുതൽ തന്നെ വോട്ടർമാർ എത്തുന്നൊരു സാഹചര്യം ഉണ്ടായിട്ട് നമുക്ക് G സുധാകരൻ്റെ പ്രതികരണത്തിലേക്ക് പോകാം. നടൻ മോഹൻലാൽ വോട്ട് രേഖപ്പെടുത്തുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സൂപ്പർ താരം മോഹൻലാൽ വോട്ട് രേഖപ്പെടുത്തുന്നു. മന്ത്രി മുഹമ്മദ് റിയാസിനെയും ദൃശ്യങ്ങളിൽ കാണാം. ബേപ്പൂരിലെ കനത്ത പോരാട്ടം നേരിടുന്ന മുഹമ്മദ് റിയാസ് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. മോഹൻലാൽ വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്ന ദൃശ്യങ്ങൾ. അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഒരുപക്ഷെ സംസാരിക്കാം. കാരണം അപൂർവമായാണ് അദ്ദേഹം ഔദ്യോഗിക തിരക്കുകൾ കാരണം വോട്ട് രേഖപ്പെടുത്താൻ എത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. മോഹൻലാൽ വോട്ട് രേഖപ്പെടുത്തി മുടവൻമുകളിലെ തൻ്റെ ജന്മസ്ഥലമായ മുടവൻമുകളിലെ സ്കൂളിൽ എത്തി വോട്ട് രേഖപ്പെടുത്തി ലാലേട്ടൻ.
ഗോപൻ അങ്ങനെ കണ്ടാൽ നോ കമന്റ്സ് എന്നാണോ അദ്ദേഹത്തിന്റെ പ്രതികരണം എന്നുള്ളതാണ്. കാരണം മാധ്യമങ്ങളുടെ ആ ക്ലിപ്പ് എല്ലാം മൈക്കുകൾക്ക് മുന്നിൽ പ്രതികരിക്കാൻ തൽക്കാലം അദ്ദേഹം തയ്യാറാകുന്നില്ല. അതാണ് മനസ്സിലാക്കാൻ ഇവിടെയുള്ള തീവ്രവാദം അതാണ്. ആളുകളെ വെട്ടിക്കൊള്ളുമെന്ന് പറയുന്നതാണ് തീവ്രവാദം. അത് LDFന്റെ ഭാഗത്തുനിന്നാണ് തീവ്രവാദം ഉണ്ടായത്. LC മെമ്പറാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.